മഞ്ചും ഇരട്ടിയാക്കി ബാണം പോലെ കുത്തനെ കൂട്ടി സർക്കാരെ വ്യാപാരി ഐക്യം സിന്ദാബാദ് വ്യാപാര സമിതി സിന്ദാബാദ് ഒന്നിച്ചു ഒന്നായി കൈകോർക്കുകിൻ വാനിൽ പറവകൾ പാറിടട്ടെ. ഒന്നിച്ചു ഒന്നായി കൈകോർക്കുകിൻ വാനിൽ പറവകൾ പാറിടട്ടെ. പാറിടട്ടെ പാറിടട്ടെ വാനിൽ പറവകൾ പാറിടട്ടെ. വാനിൽ പറവകൾ പാറിടട്ടെ. വാനിൽ പറവകൾ പാറിടട്ടെ. വാനിൽ പറവകൾ പാറിടട്ടെ. കുത്തനെ കൂട്ടി ഭരണക്കാർ താഴെ തട്ടിലെ വ്യാപാരിക്ക് നാലും മഞ്ചും ഇരട്ടിയാക്കി ടാറ്റാ ബിർള മുതലാളിക്ക് സ്വന്തം കാലിൽ നിവർന്നു നിൽക്കും ജനസേവകരാം വ്യാപാരികളെ ഇത്തരത്തിൽ ദ്രോഹിച്ചാൽ സമരത്തിന്റെ രൂപം മാറും. സമരത്തിന്റെ ഭാവം മാറും. സിന്ദാബാദ് ധർണാ സമരം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങളറിഞ്ഞു നാട് ഭരിക്കും ഭരണക്കാർ കാട്ടിക്കൂട്ടും തെമ്മാടിത്തം. ഭൂനികുതിയും കെട്ടിട നികുതിയും കുത്തനെ കൂട്ടി ഭരണക്കാർ പാവപ്പെട്ടൊരു വ്യാപാരിക്ക് ദുരിതം നൽകും നിയമങ്ങൾ നിർത്തലാ. ഒരു നാട്ടിന്റെ നട്ടലാണ് വ്യാപാരി സംഘടന എന്ന് പറയുന്നത്, വ്യാപാര സമൂഹം എന്ന് പറയുന്നത്. ഈ വ്യാപാരി സമൂഹത്തെ നിരന്തരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായി ഓൺലൈൻ കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ ബഹുരാഷ്ട്ര പുസ്തക കമ്പനികളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകളെല്ലാം, അതുപോലെ ഇവിടെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി വ്യാപാരി നേതാക്കൾ അടക്കം വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് വ്യാപാരി വ്യവസായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പണ്ഡിതരാർ യൂണിറ്റിനുடைய വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാ കൗൺസിൽ മെമ്പർമാർ மற்றும் ஏகோபன சபையுடைய பிரதிநிதிகள், யூனியனுடைய பிரசிடென்ட், செக்ரட்டரி உங்கள் அனைவருக்கும் என்னுடைய அன்பான வணக்கத்தை தெரிவித்துக் கொள்கிறேன். கேரளா வியாபாரி விவசாய ஏகோபன சமிதி தொழில் நிகழ்வை கூட்டியதற்கு எதிர்ப்பு தெரிவித்து கேரளம் முழுவதும் பஞ்சாயத்துகளிலும் முனிசிபாலிட்டிகளிலும் கோர்பரேஷன்களிலும் இருந்து தர்ணா நடத்த வேண்டும் என்று தீர்மானம் எடுக்கப்பட்டது. அதனுடைய அடிப்படையில் இன்று வண்டிப்பெரியார் யூனிட், விளாமலை யூனிட், வாழை யூனிட் எல்லாம் சேர்ந்து கொண்டு வண்டிப்பெரியார் பஞ்சாயத்து ஆபீஸ் முன்பாக நாம் ஒரு தர்ணா போராட்டம் நடத்தி வருகிறோம். வியாபாரி விவசாயிகளை பொறுத்தவரை எந்த கட்சி ஒரு ஆட்சி செய்தாலும் எங்களுக்கு பிரச்சனை இல்லை.
கேரளத்திலே எந்த கட்சி ஆட்சி செய்தாலும் எங்களுக்கு பிரச்சனை இல்லை. மத்திய கவர்மெண்ட் டெல்லியிலே எந்த கட்சி ஆட்சி செய்தாலும் எங்களுக்கு பிரச்சனை இல்லை. காரணம், நாங்கள் ஒரு சூழ்நிலை யார் ஆட்சி செய்தாலும் அநியாயமான நியமனத்திற்கு எதிராக சம்ஸ்தான கமிட்டி எடுக்கக்கூடிய எந்த ஒரு போராட்டமாக இருந்தாலும் நாங்கள் நடத்துவோம் என்பதற்கு தான் இதனுடைய அறிகுறி என்பதை நீங்கள் மறந்துவிடக் கூடாது. യൂത്ത് വിഭാഗത്തിന്റെ നേതാക്കൾ പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, ഇന്ന് സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ വ്യാപാരികൾ നമ്മുടെ വ്യാപാരത്തെ മുഖ്യവെച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ മുമ്പിൽ ഇന്ന് ഒരു അടിയന്തര ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണാ സമരം സംഘടിപ്പിക്കുവാനുണ്ടായ കാരണം, എനിക്കും സംസാരിച്ച ആളുകളെ സൂചിപ്പിക്കുകയുണ്ടായി. അടിയന്തരമായി ഈ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട നികുതികൾ, പഞ്ചായത്ത് ടാക്സുകൾ ഉൾപ്പെടെയുള്ള നികുതി നിരക്കുകൾ വ്യാപാര മേഖലയിൽ തന്നെ പിൻകൊണ്ടിരിക്കുന്ന അവകാശത്തിലേക്ക് പ്രതിഫലിക്കുകയാണ്. ബഹിരാഷ്ട്ര കുറ്റങ്ങളുടെ വ്യാപാര വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് ചില മനസ്സിലാക്കേണ്ടത് 72 ലക്ഷത്തോളം ആളുകൾ മര്യാദമായി സംവിധാനത്തിലേക്ക് ഇന്ന് വിട്ടു പോവുകയാണ്. സജീവമായി മനസ്സിലാക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് 40 ആളുകളുണ്ട് കഴിഞ്ഞ വർഷത്തിൽ. ഒരു മാനദണ്ഡവും പാലിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ തൊഴിൽ നികുതി ബന്ധമാണ് ഇത് പ്രതിഷേധ വിഷയം. നമുക്കറിയാം, ഒരു നാട് പുരോഗതിച്ച് നികുതി ശേഖരിക്കേണ്ടത് അല്ലെങ്കിൽ പുതുക്കേണ്ടതിന്റെ ആവശ്യമില്ല. പക്ഷെ ഓരോ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും അടിസ്ഥാന നിരക്കിന് ആനുപാതികമല്ലാതാകുമ്പോഴാണ് ആ ഒരു വിഷയം ചോദ്യം ചെയ്യപ്പെടുന്നത്. വ്യാപാര സംഘടനയ്ക്ക് വേണ്ട എല്ലാവരുടെ സഹായ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സർക്കാർ വളരെ ഗൗരവത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാര സുഹൃത്തുക്കൾക്ക് അല്ല വ്യാപാരികൾക്ക് വേണ്ട എല്ലാവരും ആനുകൂല്യങ്ങളും ചെയ്യണം. ഈ ആഴ്ചയിൽ 1 മുതൽ 4 വരെ അല്ല 5 ഇരട്ടി വരെ ഈ നീതികൾ വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യം മാറ്റിക്കൊണ്ട് അത് നിർത്തലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വ്യാപാര സുഹൃത്തുക്കൾ എല്ലാവിധ സഹായ സേവനങ്ങളും നമ്മുടെ സർക്കാരിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അവരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് വ്യാപാരിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണം ചെയ്യണമെന്നാണ് ഈ അവസരങ്ങളോട് അഭ്യർത്ഥിക്കാവുന്നത്. ഇവിടെ ഒന്നും പറയുന്നില്ല. എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നാലും മഞ്ചും ഇരട്ടിയാക്കി ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി സർക്കാര്. വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്. സമരം